അതുകൊണ്ട് തന്നെ നമുക്ക് പി റേഷ്യോനെ എപ്പോഴും ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെഗ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. പെഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പി ഡിവൈഡഡ് ബൈ ഗ്രോത്ത്. പി ഇപ്പോൾ ഒരു 40 പിയിലുള്ള കമ്പനി, ആ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 20 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ സെയിൽസ് ഗ്രോത്ത് 20, അത് പെഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. അതേപോലെ ഒരു കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് 40 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 40 പി ഡിവൈഡ് ബൈ 40 അന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ 20 സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിരുന്ന കമ്പനിയുടെ പെഗ് റേഷ്യോ 2 ആണ്. 40 സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനിയുടെ പെഗ് റേഷ്യോ 1 ആണ്. ഈ ഒരു കമ്പനി 80 സെയിൽസ് ഗ്രോത്ത് 80% ഉണ്ട് വിചാരിക്കും. അപ്പോൾ 40 പി ഡിവൈഡ് ബൈ 80 0.5 എന്ന് കിട്ടും. അതായത് 80% ഗ്രോ ചെയ്യുന്ന കമ്പനിക്ക് 0.5 ആണ് പെഗ് റേഷ്യോ. അതായത് സെയിൽസ് ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ച്, ഡിനോമിനേറ്റർ ആണല്ലോ ഗ്രോത്ത്, പി ഡിവൈഡ് ബൈ ഗ്രോത്ത് ആണല്ലോ, ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് കമ്പനിയുടെ പെഗ് റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കും. പി റേഷ്യോയും അതേപോലെ തന്നെ സെയിൽസ് ഗ്രോത്തും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ പെഗ് റേഷ്യോ 1 ആയിരിക്കും. അപ്പോൾ പെഗ് റേഷ്യോ 1 അതിൽ താഴെ വരിക എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ പിയുടെ മുകളിലായിരിക്കും. പിയെ കഴിഞ്ഞ് മുകളിൽ. ഇപ്പോൾ 40 പി ഉള്ള കമ്പനിക്ക് 80 സെയിൽസ് ഗ്രോത്ത് ഉള്ളപ്പോഴാണ്